ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് തിരികെ വരാം. കൊലോസ് ലേഖനമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലേഖനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മളെ. സകലത്തിൻ്റെ അധിപനും ഉടയവനും പാലകനും പരിരക്ഷകനും ശൂന്യതയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ചവനും വിടുവിച്ചവനും സകലത്തെയും തൻ്റെ ശക്തിയുടെ കരങ്ങളാൽ വിളിച്ചു വേർതിരിച്ചവനും പ്രപഞ്ചത്തിൻ്റെ മേലും ആധിപത്യവും അധികാരവുമുള്ള ഏകസത്യതയുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായി ഞങ്ങൾക്ക് വെളിപ്പെട്ടവനായി നിന്റെ ദൈവമേ, ഇപ്രകാരം ഈ സായാഹ്നത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം ഞങ്ങൾക്ക് അങ്ങയുടെ വചനവുമായി ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നതായ ഈ സാഹചര്യത്തിനും സമയത്തിനുമായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും തക്കത്തിൽ ഉപയോഗിച്ച് ജ്ഞാനത്തോടുകൂടി നടപ്പാനും ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ തിരിഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളോടുള്ള അങ്ങയുടെ വചനത്തെ മനസ്സിലാക്കുവാൻ ആ വചനത്തിൻ്റെ വഴികളിലൂടെ നടന്ന് കർത്താവ് യേശുവിനെ പോലെ ഞങ്ങൾ രൂപപ്പെട്ടു വരുവാൻ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് നൽകിത്തരുന്ന ശാസനങ്ങളും ഉപദേശങ്ങളും ആത്മിക പ്രകാശവും എല്ലാം സ്വീകരിച്ച് മനസ്സിലാക്കി ഈ ജീവിതയാത്ര അങ്ങയുടെ മഹത്വത്തിനായി തീർക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായിട്ടുള്ള ഞങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ, അറിവില്ലായ്മകൾ, അപാകതകൾ എല്ലാം ഞങ്ങളുടെ പുറത്ത് ക്ഷമിക്കുകയും ചെയ്യണം. കർത്താവ് യേശു ക്രിസ്തുവിനായി നന്ദി. പാപികളായി ഞങ്ങളെ വീണ്ടെടുക്കുവാൻ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മാറി ഞങ്ങളെ കർത്താവെ പാപമോചനം നൽകി വീണ്ടെടുത്ത് ഞങ്ങളുടെ മക്കളാക്കി ആത്മാവിനെ നൽകി മുദ്രയിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കൊണ്ട് പരിശീലിപ്പിച്ചുകൊണ്ട് തർജ്ജനം ചെയ്ത് ഗുണീകരിച്ച് ഞങ്ങളെ നടത്തുന്ന സ്നേഹത്തിനായിട്ട് നന്ദി. ഞങ്ങളുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കുമൊക്കെ അപ്പുറമായി അത് ഞങ്ങൾക്ക് സൗജന്യമായി തരുന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കുമായി സ്തോത്രം. ഞങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിനും മനസ്സിലിവിനുമായി നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരണമുള്ളവരായി, ദൈവഭക്തരായി, എന്നും നന്ദിയുള്ളവരായി തന്നെ ജീവിക്കാൻ സഹായിക്കണം. ലഭിക്കുന്ന വചനങ്ങൾ കൃപയാൽ ലഭിക്കുന്നതാണെന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിപ്പാൻ, ഫലം പുറപ്പെടുവിപ്പാൻ ഇടവരുത്തണം. കുറവുകളെല്ലാം ഓർക്കണമെന്ന് പലയിടത്തായി ഞങ്ങളോടൊപ്പം വരുന്ന വചനം കേൾക്കുന്ന, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരായിരിക്കുന്ന അവസ്ഥയോടുകൂടി തന്നെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പലരുടെയും അവസ്ഥകൾ അജ്ഞാതമാണ്. പക്ഷെ എല്ലാം അറിയുന്ന അങ്ങയുടെ മുമ്പിലേക്ക് ദൈവം കേൾക്കുവാൻ ഇന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥകൾ, ശാരീരികവും മാനസികവും ആത്മീകവും സാമൂഹികവും എല്ലാ തലങ്ങളിലുമുള്ള അവരുടെ അവസ്ഥകളും ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് അവരോട് ഇടപെടണം, സന്ദർശിക്കണം, ബലപ്പെടുത്തണം, സൗഖ്യപ്പെടുത്തണം, ബലം കൊടുക്കണം. എല്ലാ വിഷയവും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്കുണ്ടായിരിക്കട്ടെ. ലോകരക്ഷകനായി ഞങ്ങൾക്ക് വേണ്ടി നൽകി വന്ന, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാത്താൻ്റെ തലയെ തകർത്ത് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങളാണ് നാം ഈ നാടുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പല വാക്കുകളിലൂടെ നമ്മൾ ആ വിഷയത്തെ പരിചയപ്പെടുകയുണ്ടായി. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ വീണ്ടും വായിക്കുകയാണ്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പല വാക്കുകൾ നമ്മൾ കണ്ടു. ഈ വാക്കുകളൊക്കെ ചെറിയ അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ദൈവേഷ്ടത്താൽ എന്ന വാക്ക്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ എന്ന വാക്ക്, പൗലോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു. സഹോദരൻ എന്ന വാക്ക്, തിമോത്തിയോസിനെ കുറിച്ച് ചിലത് കണ്ടു. കൊലോസ്യയിലുള്ളവർക്കാണ് കത്ത് എഴുതിയത്. പക്ഷെ ആ കത്ത് എല്ലാവർക്കും പ്രയോജനമുള്ളതാണ്, ആവശ്യമുള്ളതാണ്. വിശുദ്ധന്മാർ എന്ന വാക്ക് നമ്മൾ കണ്ടു. വിശ്വസ്ത സഹോദരൻ എന്നുള്ള വാക്ക് കണ്ടു. ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു. അവസാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൃപയും സമാധാനവും എന്ന വാക്കാണ്. 2-ാം വാക്യത്തിലാണ് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് ആശീർവദിക്കുന്നു. പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങൾ എഴുതുമ്പോൾ കാണാറുള്ള അതേ അഭിവന്ദനമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കൃപ എന്നുള്ളത് യവന ഭാഷയിലുള്ള വന്ദനമാണ്. സമാധാനം എന്നുള്ളത് യഹൂദ ഭാഷയിലുള്ള ഒരു യഹൂദ വന്ദനമാണ്. കൃപ എന്നതിൻ്റെ ലളിതമായ അർത്ഥം നമ്മൾ കഴിഞ്ഞവണ പറഞ്ഞു. ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു, രമണീയത.
ആകർഷണ ശക്തി എന്നുള്ളതാണ്. ലാവണ്യം, ലാളിത്യം എന്നൊക്കെ, അനുകമ്പ, കാരുണ്യം എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. ഇതൊരു വ്യക്തിയിൽ നിലനിൽക്കുന്നതാണ്, ആ വ്യക്തി അനുഭവിക്കുന്നതാണ് കൃപ. കൃപ ലഭിച്ച വ്യക്തിക്ക് എനിക്ക് കൃപ ലഭിച്ചു എന്ന് അനുഭവിക്കാനായിട്ട് കഴിയും. കൂടാതെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവർക്കും അത് തിരിച്ചറിയാൻ കഴിയും ആ വ്യക്തിക്ക് ദൈവകൃപയുണ്ട് എന്ന്. തിരുവെഴുത്തിൽ കൃപയുടെ 5 ഉപയോഗങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 5 തരത്തിലാണ് കൃപ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത് കൃപാ കടാക്ഷം, അനുകമ്പ, ആകർഷകത്വം. ഇംഗ്ലീഷിൽ ഗ്രേഷ്യസ്നെസ് ഓർ ചാം. ലൂക്കോസ് 4:22 വാക്യമാണ്. കൊലോസ്യർ 4:6 അതിനുള്ള ഉദാഹരണ വാക്യമാണ്. അപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, കൃപാ കടാക്ഷമുണ്ടോ? കാരണം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 4:22 എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇപ്പൊ കർത്താവ് യേശുക്രിസ്തു കൃപമേൽ കൃപയുള്ളവനാണ്. ഇപ്പൊ കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകൾക്ക് ആ ഒരു കൃപാ കടാക്ഷം, അനുകമ്പയുള്ള വാക്കുകളാണ്. കൊലോസ് ലേഖനത്തിലും നമ്മോട് ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് കൈക്കൊള്ളൽ, അംഗീകരണം അഥവാ അനുകമ്പ, കാരുണ്യം. അക്സെപ്റ്റൻസ് ഓർ ഫേവർ. അക്സെപ്റ്റൻസ്. ലൂക്കോസ് 1:30 വാക്യത്തിൽ മറിയുടെ ജീവിതം കണ്ട ദൈവം മറിയുടെ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു, കൈക്കൊണ്ടു. ദൂതൻ കടന്നു വന്നിട്ട് മറിയോട് പറഞ്ഞത്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2:47 നമ്മൾ കണ്ടു. 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ ദൈവത്തെ സ്തുതിച്ച് ജീവിച്ച് അവർക്ക് സകല ജനത്തിന്റെ കൃപ അവർക്ക് അനുഭവിക്കാൻ കഴിയും. ഈ 2 വാക്കുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. മൂന്നാമത്തെ വാക്ക് ദാനം, സമ്മാനം, ബഹുമതി. ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന വാക്ക് കൃപ എന്ന വാക്കിന്റെ ഒരു അർത്ഥമാണ്. 2 കൊരിന്ത്യർ 4:15 വാക്യത്തിൽ ഇപ്രകാരമാണ് അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്നത്. ഈ അർത്ഥത്തിലാണ്, അതായത് ദാനം, ബഹുമതി, സമ്മാനം. അവിടെ പറയുന്നത് 2 കൊരിന്ത്യർ 4:15 കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇപ്പൊ കൃപ പലരിലും പെരുകി, അതിന്റെ അനന്തരഫലമായി ദൈവത്തിന് സ്തോത്രം കിട്ടുകയാണ്. അപ്പൊ ഇതൊരു ബഹുമാനമാണ്, ഇതൊരു ബഹുമതിയാണ്, ഇതൊരു ദാനമാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം. 1-ാം വാക്യം 2 കൊരിന്ത്യർ 8. സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കും. ഇപ്പൊ മക്കദോനിയ സഭയ്ക്ക് ഒരു ബഹുമതി കിട്ടി, അത് കൃപ കിട്ടി എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. എന്നിട്ട് അവിടെ പറയുന്നത്, അവിടെ 4-ാമത്തെ വാക്യം പറയുന്നു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അപ്പൊ അവർക്ക് അപ്രകാരം അവരുടെ കഴിവിനും അപ്പുറം കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി നൽകാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ അവർക്ക് ലഭിച്ച ദൈവകൃപയാണ് എന്നവിടെ അപ്പോസ്തലൻ പറയുകയാണ്. ഇപ്പൊ കൃപ എന്ന വാക്കിന്റെ 3-ാമത്തെ അർത്ഥം ദാനം ലഭിച്ചു, സമ്മാനം കിട്ടി, ബഹുമതി കിട്ടി എന്ന അർത്ഥമാണ്. 4-ാമത്തെ ആശയം അവിടെ പറയും നന്ദി, കൃതജ്ഞത, ഉപകാരസ്മരണ, സ്തോത്രം എന്ന വാക്കുകളാണ്. നന്ദി, കൃതജ്ഞത, ഉപകാരസ്മരണ, സ്തോത്രം എന്ന വാക്കുകൾ. ഇംഗ്ലീഷിൽ താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും ഒരു നന്ദി ഉണ്ടാകും, ആ വ്യക്തി ജീവിതത്തിൽ ഒരു കൃതജ്ഞതയുണ്ടാകും, ഉപകാരം ലഭിച്ചതിന്റെ സ്മരണയുണ്ടാകും. ലൂക്കോസ് 17:9. ലൂക്കോസ് 17:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് യജമാനൻ നന്ദി പറയുമോ? ഇപ്പൊ ദാസനെ സംബന്ധിച്ച് ദാസന്റെ കടമയാണ് യജമാനൻ തന്നോട് പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത്. ദാസൻ ഇത് ചെയ്തതിന്റെ പേരിൽ യജമാനൻ അവനോട് സാധാരണ രീതിയിൽ നന്ദി പറയാറില്ല എന്നോട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വാക്യം 1 കൊരിന്ത്യർ 15:57. 1 കൊരിന്ത്യർ 15:57 ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ സ്തോത്രം എന്ന് പറയുന്നത് അത് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത് നമുക്ക് കൃപ ലഭിക്കുമ്പോഴാണ്. നമുക്ക് എന്താണ് കിട്ടിയത്, എന്താണ് നമുക്ക് കിട്ടിയ നന്മ, എന്താണ് ആ ഉപകാരം, എന്താണ് എന്ന് സ്മരിക്കുവാൻ കഴിയുന്നത് കൃപയുടെ ഫലമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും അപകടങ്ങളും ആപത്തുകളും എല്ലാം നേരിടുന്ന അവസ്ഥയിൽ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ജയം നൽകുന്നു, ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം കൊലോസ്യർ 3:16.
ഇതെല്ലാം നന്ദി, കൃതജ്ഞത, ഉപകാരസ്മരണ എന്ന കൃപയുടെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. അവിടെ പറയുന്ന മനോഹരമായ വാക്യം കൊലോസ്യർ 3:16, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ. നന്ദിയോടെ ദൈവത്തിന് പാടി സ്തുതിക്കുക. അപ്പൊ നമ്മുടെ ഗാനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ദൈവം നൽകി തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഉപകാര സ്മരണയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എപ്പോഴും വെറും കൈയോടെ ദൈവത്തിൽ കടന്നു വരരുത്. ദൈവം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ ബഹുമതികളെ കുറിച്ച്, സമ്മാനങ്ങളെ കുറിച്ച്, ആ ഉപകാര സ്മരണയാണ് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പ്രേരിപ്പിക്കേണ്ടത്. അത് വ്യക്തമായി ഇവിടെ കാണാം. മറ്റൊരു വാക്യം കൂടി വായിക്കാം. 2 തിമോത്തിയോസ് 1:3-4. 2 തിമോത്തിയോസ് 1:3-4 വാക്യങ്ങളിൽ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ് ഈ 2 വാക്യങ്ങൾ. ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ പൗലോസ് തിമോത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ തിമോത്തിയോസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നിന്നെ സ്മരിച്ച്, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ, കാരണം ആത്മാക്കൾക്ക് വേണ്ടി എരിവോടുകൂടി ദാഹിക്കുന്ന അധ്വാനിക്കുന്ന തിമോത്തിയോസിന്റെ കണ്ണുനീരും നിലവിളികളും പൗലോസ് ഓർത്തുകൊണ്ട്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആത്മാവുണ്ടോ? അതിനൊരു കൃപ വേണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരപ്പെടാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഒരു കൃപ ലഭിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നിന്റെ കണ്ണുനീർ ഓർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ, അങ്ങനെ ഒരാളെ കാണുന്നത് തന്നെ നമ്മുടെ ആത്മീയത്തിന് അനുഗ്രഹമാണ്. നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ പൗലോസ് തിമോത്തിയോസിന് വേണ്ടി സ്തോത്രം ചെയ്തതിന്റെ കാരണം ആ തിമോത്തിയോസ് എന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയാണ്. നാം നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അല്ലാതെ നന്ദി കരയറ്റാറില്ല. ആത്മീയകുളത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് നാം ഈ വിധത്തില് ശരിക്കും നന്ദി കരയറ്റാറുണ്ട്. തിമോത്തിയുടെ സ്വഭാവം അമേസിംഗ് ആണ്. വളരെ അതിശയകരമായ ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിയാണ് തിമോത്തിയോസ്. ഇപ്പൊ 4 ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു കൃപയെന്നുള്ളതിന്. ഒന്നാമത് കൃപാകടാക്ഷം, അനുകമ്പ, ആകർഷകത്വം. 2 കൈക്കൊള്ളൽ, അംഗീകരണം, അനുകമ്പ, കാരുണ എന്ന വാക്ക്. 3-ാമത്തെ വാക്യം നമ്മൾ കണ്ടത് ബഹുമതി, സമ്മതി അല്ലെങ്കിൽ ബഹുമതി, സമ്മാനം, ദാനങ്ങൾ എന്നാണ്. 4-ാമത് നന്ദി, കൃതജ്ഞത, ഉപകാരസ്മരണ, സ്തോത്രം. 5-ാമത്തെ വാക്ക് എന്ന് പറയുന്നത് അർഹതയും യോഗ്യതയും ഇല്ലാത്ത കാരുണ്യം, അനുകമ്പ. എനിക്ക് അർഹതയില്ലാത്ത, എനിക്ക് യോഗ്യതയില്ലാത്ത അനുകമ്പ എന്നോട് കാണിച്ചു. ഇംഗ്ലീഷിൽ അൺമെരിറ്റഡ് ഓർ അൺഡിസേർവ്. എനിക്കിത് മെരിറ്റഡ് അല്ല, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയതല്ല, എനിക്കെൻ്റെ ഡിസേർവിങ് അല്ല. ഞാൻ അൺമെരിറ്റഡ്, അൺഡിസേർവിങ് ബട്ട് ഫ്രീലി ഗിവൺ. പക്ഷെ എങ്കിലും സൗജന്യമായി തന്നു. എൻ്റെ കഴിവോ യോഗ്യതയോ അർഹതയോ നോക്കാതെ എൻ്റെ മേൽ കാണിച്ച കരുണ, എൻ്റെ മേൽ കാണിച്ച അനുകമ്പ, എനിക്കിത് അവകാശമില്ല, സൗജന്യമായി പക്ഷെ നൽകപ്പെടുകയാണ്. അത് വളരെ വ്യക്തമായി റോമലേഖനം 3:24 കർത്താവ് യേശുവിനെ നൽകിയ ദൈവത്തിന്റെ ആ കൃപയെക്കുറിച്ച് കാണും. ഇവിടെ റോമർ 3:24 വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കും. അവിടെ 3:23 പശ്ചാത്തലത്തില് ഇപ്രകാരമാണ് ആദ്യം പറഞ്ഞത്. അത് വായിച്ചാൽ 24 ശക്തി കാണാൻ പറ്റുകയുള്ളൂ. റോമർ 3:23 ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ഇപ്പൊ നമ്മള് ഡയമണ്ട് കടയിലോ സ്വർണ്ണക്കടയിലോ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്വർണവും ഡയമണ്ടും നല്ല ഡാർക്ക് ആയിട്ടുള്ള മറൂണോ ഡാർക്ക് ബ്ലൂവിലോ എന്റെ ബാക്ക്ഗ്രൗണ്ട് തുണിക്ക് നടുക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ലഭിച്ചതായ ഈ സൗന്ദര്യം, ഈ രത്നത്തിന്റെ മൂല്യത്തെക്കാൾ വിലയേറിയ കൃപ മനസ്സിലാക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ബാക്ക്ഗ്രൗണ്ട് വളരെ വളരെ അപകടകരവും ശോചനീയവുമായ ബാക്ക്ഗ്രൗണ്ടാണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ട്? 3:21 പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരെ, ഒരു കറുത്തിരുണ്ട ഒരു പശ്ചാത്തലം, യാതൊരു പ്രതീക്ഷയില്ല, വെളിച്ചമില്ല, യാതൊരു അനുഗ്രഹവും ഇല്ലാത്ത ഒരു കറുത്ത ഇരുണ്ട പശ്ചാത്തലം, വികലമായൊരവസ്ഥ. അതാണ് മനുഷ്യൻ. എന്നിട്ട് അതിന്റെ നടുവിലാണ് 24 വാക്യം ഇങ്ങനെ പറഞ്ഞത്, അവന്റെ കൃപയാൽ
ഈ ഒരു അവസ്ഥയെ ജീവിക്കുന്ന മനുഷ്യനെ അഭക്തനും ബലഹീനനും ദൈവദ്രോഹിയും ശത്രുവുമൊക്കെയായി ജീവിക്കുന്ന മനുഷ്യനോട് അവന് അർഹതയില്ല. അവനെ നശിപ്പിച്ച് കളയുകയാണ് അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് അവന് കൊടുക്കേണ്ട മറുപടി. അപ്പോൾ ജീവിച്ച ജീവിതത്തിനനുസരിച്ച് അവന് കിട്ടേണ്ടത്, നൽകേണ്ടത് അടിയാണ്, ശിക്ഷയാണ്, തീപ്പൊയ്കയാണ്. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര രീതിയിരിക്കപ്പെടുന്നത് മനോഹരമായി കൃപ എന്ന അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത നമുക്ക് ലഭിച്ചതായ, സൗജന്യമായി ലഭിച്ച ആ രക്ഷയെ കർത്താവ് യേശു എന്ന ദാനത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന വാക്യമാണ്. അപ്പൊ അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നീതിയിരിക്കപ്പെടുന്നു. ദൈവത്തിന് തന്റെ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മളിൽ ഒന്നും ദൈവം കണ്ടില്ല, നമ്മളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സൗജന്യമായിട്ടാണ് ദൈവം നൽകി തന്നത്. മറ്റൊരു വാക്യം, സുപരിചിതമായ വാക്യം, എഫേസ്യർ 2:8. എഫേസ്യർ 2:8 പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. നിങ്ങൾ കാരണമല്ല, ഞാൻ കാരണമല്ല. എന്നിൽ എന്തെങ്കിലും കണ്ടിട്ടല്ല ദൈവത്തിന്റെ പുത്രനെ എനിക്ക് തന്നത്. ദൈവം എനിക്ക് നന്മകൾ തന്നത് എന്നിൽ എന്തെങ്കിലും കണ്ടിട്ടല്ല. ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വന്നത് കൊണ്ട് മാത്രം. ക്രിസ്തുവിനെ പ്രതിയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ ആകുന്നത് ദൈവ കൃപയാണെന്ന് പൗലോസ് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ കൃപയുടെ ആ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയം നമ്മൾ കണ്ടു, കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൊലോസ്യരോട് പറയുകയാണ്. മത്തായി, മർക്കോസ് എന്നീ പുസ്തകങ്ങളിൽ കൃപ എന്നതിന്റെ യവനവാക്ക് കാരിസ് എന്നാണ്. കരിസ്മാറ്റിക് എന്നൊക്കെ വാക്ക് വരുന്നത് ആ വാക്കിൽ നിന്നാണ്, കാരിസ്. മത്തായി, മർക്കോസ് എന്നീ പുസ്തകങ്ങളിൽ കാരിസ് എന്ന പദം കാണാൻ പറ്റില്ല. പക്ഷെ ലൂക്കോസിൽ 8 തവണയുണ്ട്, യോഹന്നാനിൽ 4 തവണയുണ്ട്, പൗലോസിന്റെ എഴുത്തുകളിൽ 100-ൽ അധികം തവണയുണ്ട്. ഇപ്പൊ കൃപയുടെ അപ്പോസ്തലനാണ്. തനിക്ക് നന്നായിട്ട് അറിയാൻ താൻ പണ്ട് ആരായിരുന്നു, എങ്ങനെയുള്ള ജീവിതം ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് കൃപ എന്തെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു? ഇത് എന്റെ യോഗ്യതയല്ല, എന്റെ സൽപ്രവൃത്തിയുടെ ഫലമല്ല, എന്റെ പുണ്യ ജന്മത്തിൻ്റെതല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ അല്ല, മറ്റൊരു പാണ്ഡിത്യത്തിന്റെയും പ്രാഗൽഭ്യത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. പൂർണ്ണമായി സൗജന്യമായ കൃപയാണ്. അത് നന്നായി ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് ശൗല്, പിന്നീട് പൗലോസായ പൗലോസ്. ഇപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ പാപനിമിത്തം സംഭവിച്ച അകൽച്ച, വിടവ് നികത്തപ്പെട്ടത് കൃപയാലാണ്. ഒരു വലിയ വിടവുണ്ട് ദൈവം മനുഷ്യനും തമ്മിൽ പാപനിമിത്തം. ദൈവം നമ്മളെ തൊടാനോ നോക്കാനോ അനുഗ്രഹിക്കാനോ ശ്രദ്ധിക്കാനോ കേൾക്കാനോ ഒന്നും കഴിയില്ല, ദോഷം കണ്ടുകൂടാതെ വണ്ണം. ഹബക്കൂക്ക് 1:13. നിർമ്മല ദൃഷ്ടിയുള്ള ദൈവത്തിന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ എത്ര കിടന്ന് രാത്രി നിലവിളിച്ചാലും, കരഞ്ഞ് നെഞ്ചത്തടിച്ച് പാറയൊക്കെ ഉരുട്ടിക്കയറ്റിയാലും, ഉള്ളിക്കിടന്ന് ഉരുട്ടാലും, എന്തെല്ലാം ചെയ്താലും ദൈവം നമ്മളെ തിരിഞ്ഞു നോക്കാനുള്ള അർഹത നമുക്കില്ല. പക്ഷെ ദൈവം നമ്മളിലേക്ക് നോക്കി ഉത്തരം മുഖാന്തരം അതിനെ കൃപ എന്ന് പറയും. യേശു കൃപ മനുഷ്യവർഗത്തിന് അധികമായി ചൊരിഞ്ഞു വന്ന വ്യക്തിയാണ്. ഈ കൃപ ഇറക്കിക്കൊണ്ടുവന്നത് കർത്താവാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം വന്നു. റോമർ 5:15 ഇനി നമുക്ക് വായിച്ചു കേൾക്കാം. റോമർ 5:15. ഇന്ന് ലോകത്തില് ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് പോലും അജ്ഞാതമായി അറിയാൻ കഴിയാതെ പോയിട്ടുള്ളൊരു വാക്കാണ് കൃപ എന്ന വാക്ക്. റോമർ 5:15 ഇവിടെ പല ദൈവമക്കൾ ജീവിക്കുന്ന കണ്ടാൽ നമുക്കത് മനസ്സിലാകും, ഇവർക്ക് കൃപ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. റോമർ 5:15 ഇങ്ങനെ പറയും, ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞു. ഇപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയാണ്, ആ ദാനം നമുക്ക് നൽകാൻ. പറഞ്ഞു തരാത്ത ദാനം എന്ന ക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതി, അത് ദാനമാണ്. അപ്പം മനുഷ്യവർഗത്തിന് അധികമായി ചൊരിഞ്ഞു വന്ന ഈ കൃപ അത് തന്റെ രക്തത്താലാണ് തന്നത്. എഫേസ്യ ലേഖനം 1:6-7 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ ദൈവം പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിർത്തുകയും ചെയ്യുന്നു. ഇത് അനുഭവിച്ചാൽ എപ്പോഴും ദൈവത്തിന്റെ കൃപയെ മഹത്വപ്പെടുത്തണം. നമുക്കിട്ട കൃപ വ്യർത്ഥമാക്കരുത്. പൗലോസ് പറയും, ദൈവത്തിന് എന്നോടുള്ള കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ ഏതാണ്ട് ജോലി ചെയ്തപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമായി കിട്ടിയതാണ് ഈ പാപക്ഷമ എന്നാണ് നമ്മുടെ വിചാരം. അവിടെയാണ് 10,000 താലന്ത് കടപ്പെട്ട മനുഷ്യന്റെ ഉപമ കർത്താവ് പഠിപ്പിച്ചത്. അവന് അർഹതയില്ല ക്ഷമ, അവനൊരിക്കലും അർഹതയില്ല ക്ഷമ. ഒടിയനാമത്തെ തിരിച്ചു വരുമ്പോൾ അവനെ വീട്ടിലേക്ക് കയറാൻ അവന് ഒരിക്കലും അർഹതയില്ല. കാരണം തനിക്കുള്ളതെല്ലാം നേരത്തെ വാങ്ങിച്ചുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞവനാണ്.
ഇനി അവന് വീട്ടിലത്തെ പ്രവേശനമില്ല. അതുകൊണ്ട് അപ്പ കൂലിക്കാരനായിട്ട് അമ്മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോളാന്ന് പറഞ്ഞു. പക്ഷെ പിതാവിന്റെ കൃപ, ദൈവത്തിന്റെ കൃപയുടെ ചിത്രമായിരുന്നു ആ അപ്പൻ. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്, വളരെ വ്യക്തമാണ്. എഫേസ്യ ലേഖനം 1:6-7 വാക്യങ്ങളില് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുക എന്നൊക്കെ പറഞ്ഞു ധാരാളമായി കാണിച്ച കൃപ, നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല എല്ലാം ദാനമാണ്, കൃപയാണ്. നമുക്ക് കിട്ടുന്ന ആത്മീക അറിവ്, നമ്മളോട് ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നത്, നമ്മളെ ക്രിസ്തുവിൽ ആത്മീയമായി അനുഗ്രഹിക്കുന്നത്, ദൈവമക്കൾ എന്ന പദവി തന്നത്, വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മളോട് പാപങ്ങൾ ക്ഷമിച്ചെന്ന് കഴുകുന്നത്, എല്ലാം കൃപ കൃപ കൃപ. അല്ല, ഒരു അർഹതയും നമുക്കില്ല. അഹങ്കരിക്കാൻ, നിഗളിക്കാൻ ഒരു അർഹതയും നമുക്കില്ല. അപ്പൊ ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകുന്നത് വിശ്വാസത്താലാണ്. റോമർ 5:2 ഒന്നാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം, പിണക്കമെല്ലാം മാറി, ശത്രുത മാറി, ദൈവം മനുഷ്യരുടെ മേൽ കൈകോർത്തു. യേശുക്രിസ്തു സമാധാനം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നിൽക്കുന്നത് കൃപയാണ്, കൃപയിലാണ്, കൃപയിൽ വീഴുന്ന പ്രതലത്തിലാണ് നിൽക്കുന്നത്. ആ പ്രതലത്തിൽ വന്നാൽ മോളിൽ നിന്ന് സ്പോട്ട്ലൈറ്റ് വെളിച്ചം വീഴുന്നു പറയുന്ന പോലെ കൃപ വന്ന് വീഴുന്ന സ്ഥലത്താണ് നമ്മെ കൊണ്ട് നിർത്തിയത്. അത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നവർക്കാണ് കൃപമേൽ കൃപ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ അവസ്ഥകളിലും, എല്ലാ ആവശ്യങ്ങളും നമുക്ക് കൃപ വേണം. പരീക്ഷയ്ക്ക് കൃപ വേണം, യാത്രയിൽ കൃപ വേണം, സാധനം വാങ്ങാൻ പോകുമ്പോൾ കൃപ വേണം, ആഹാരം കഴിക്കുമ്പോൾ കൃപ വേണം, അത് ദഹിക്കാൻ കൃപ വേണം, ശ്വസിക്കാൻ കൃപ വേണം. എല്ലാ സന്ദർഭങ്ങളിലും നേരിടുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ കൃപ വേണം. കൃപമേൽ കൃപ നമുക്ക് അനുദിനം ആവശ്യമാണ്. അത് വീഴുന്ന കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. പൗലോസ് ധൈര്യമായിട്ട് പറയാം, ഞാൻ നിൽക്കുന്നത് കൃപയിലാണ്. ഞാൻ എൻ്റെ കഴിവുകൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, നേട്ടം കൊണ്ട് ഞാൻ നേടിയതാണ് എന്നൊരിക്കലും പറയില്ല ഈ പ്രിയപ്പെട്ട അപ്പോസ്തലൻ. നാം നിൽക്കുന്ന, റോമസഭയെ ഉൾപ്പെടെ പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇപ്പൊ നാം നിൽക്കുന്നത് കൃപയിലാണെന്ന് വ്യക്തമാണ്. ദൈവഹിതത്തോടുള്ള നമ്മുടെ പ്രതികരണം അതെപ്പോഴും നന്ദിയുള്ളതായിരിക്കണം. യാക്കോബ് 2:24, യാക്കോബിന്റെ പുസ്തകം 2-24 വാക്യം ഇപ്രകാരമാണ് യാക്കോബ് എഴുതുന്നത്. 2:24 നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളെ തന്നെ നീതീകരിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നു. അത് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോഴാണ്. ആ വാക്യം അവിടെ വരേണ്ട വാക്യമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ട ദൈവഹിതത്തോട് നമ്മുടെ പ്രതികരണം വളരെ വ്യക്തമായിരിക്കണം. കൃപ നമുക്ക് ലഭിച്ചതെങ്കിൽ ആ ദൈവകൃപയോട് നമ്മൾ പ്രതികരിക്കുന്നത് ശരിയായിട്ടായിരിക്കണം. ദൈവത്തിന്റെ കൃപാ കടാക്ഷത്താലാണ് രക്ഷ നമുക്ക് നൽകപ്പെട്ടത്. എഫേസ്യർ 2:8 വായിച്ചു. മാനുഷിക ശ്രേഷ്ഠത, കഴിവ് കൊണ്ട് നേടാൻ സാധ്യമല്ല കൃപ, നേടാൻ സാധ്യമല്ല രക്ഷ. നമ്മുടെ കഴിവ് കൊണ്ട്, അധ്വാനം കൊണ്ട്, പ്രവർത്തികളും കാരണമല്ല എന്ന് എഫേസ്യർ പറഞ്ഞതുകൊണ്ടാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം, നമ്മുടെ ഭാഗത്ത് വിശ്വാസം വേണം. ദൈവം ചെയ്തത്, ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരിക്കാനുള്ള വിശ്വാസം നമ്മുടെ ഭാഗത്ത് വേണം. എന്നാലും നാം രക്ഷപ്പെടുന്നത് കൃപയാലാണ്, പ്രവർത്തിയാലല്ല. തന്റെ ജനത്തിന് യേശു രക്ഷ ഒരുക്കിയെങ്കിലും ആ രക്ഷ സ്വന്തമാക്കാൻ അനുസരണം ആവശ്യമാണ്. മത്തായി 1:21 മറിയ ഗർഭിണിയാകുമ്പോൾ ആ കുഞ്ഞിന്റെ ഉദ്ദേശം എന്താണ്? ആ കുഞ്ഞ് എന്തിനു വേണ്ടിയാണ് വന്നത്? 14 വയസ്സ് പ്രായമുള്ള ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് നന്നായി ബോധ്യം കൊടുത്തു, ദൈവാത്മാവ് ദൂതൻ കൊടുത്തു, നീ ലോകരക്ഷകനെയാണ് ചുമക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു അപമാനം നേരിടേണ്ടി വന്നാൽ, കല്ലേറ് നേരിടേണ്ടി വന്നാൽ, കളിയാക്കൽ നേരിടേണ്ടി വന്നാൽ മറിയയ്ക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം അവര് കളിയാക്കി. ഏതോ പട്ടാളക്കാരനുമായിട്ട് അവിഹിത ബന്ധമുണ്ടായതിന്റെ പേരിലാണ് മറിയ ഗർഭിണിയായി എന്ന് പറഞ്ഞു വരുത്തിയത്. അത് കർത്താവ് പലപ്പോഴും പറയും, ഞാൻ അങ്ങനെ ഉണ്ടായ പുത്രനല്ല. യോഹന്നാൻ സുവിശേഷത്തിൽ പറയും. അപ്പൊ ഇതെല്ലാം നേരിടണമെങ്കിൽ തന്റെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞാരാണെന്ന് മറിയയ്ക്ക് ബോധ്യം വേണം. അതുകൊണ്ടാണ് മത്തായി 1:21 ദൈവം നമുക്കൊരു ജോലി തരുമ്പോൾ, ഒരു ഉത്തരവാദിത്വം തരുമ്പോൾ അതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികൂലങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ മുൻകൂട്ടി തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അത് ജ്ഞാനത്തിലൂടെയാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഒരു ദിവസം 12 വയസ്സ് വരെ ഒരു ദിവസം എത്ര പ്രാവശ്യം യേശു 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 എന്ന് മറിയ ഉച്ചരിച്ചിരിക്കും. യേശു എന്ന പേര് വിളിക്കുമ്പോൾ തന്നെ മറിയയ്ക്ക് ഒരു ബോധ്യം, റിമൈൻഡറാണ്, ഇത് ലോകരക്ഷിതാവാണ്, മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വന്നിരിക്കുന്ന കുഞ്ഞാണിത് എന്ന ബോധ്യം മറിയയ്ക്കുണ്ടായിരുന്നു. ദൈവം അത് കൊടുത്തു. അപ്പൊ അത് വളരെ വ്യക്തമാണ്. പക്ഷെ ആ രക്ഷ സ്വന്തമാക്കാൻ അനുസരണമാണ് വഴി.
കൃപയാലാണ് രക്ഷ ഒരുക്കപ്പെട്ടത്. അർഹതയില്ലാത്തതാണ് രക്ഷ. നമുക്ക് ഒരിക്കലും അർഹതയില്ല, യോഗ്യതയില്ല. യേശുവാണ് രക്ഷയുടെ വാതിൽ തുറന്നത്. പക്ഷെ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുസരണം ആവശ്യമാണ്. എബ്രായർക്ക് ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. ക്രിസ്തു അനുസരണം പഠിക്കാനായിട്ട് അനുസരണം കേട് തനിക്കില്ല. പക്ഷെ നമുക്ക് മാതൃകയായി തീരുവാൻ പിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അനുസരണത്തിന്റെ മാതൃകയായി തീർന്നെന്ന് അർത്ഥമാണ്. കർത്താവിന്റെ അനുസരണക്കേടില്ല, ഡിസൊബീഡിയൻസ് ഇല്ല. അനുസരണം പഠിക്കാനായി. അപ്പൊ അവിടെ അനുസരണം പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി മാതൃകയാകുകയാണ്. ദൈവമക്കൾ ദൈവ മുമ്പിൽ അനുസരണമുള്ളവരായിരിക്കണം. ദൈവം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് അനുസരണം. അനുസരണത്തിന്റെ പകരമല്ല. എത്ര യാഗം കഴിച്ചാലും എത്ര നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും അനുസരിക്കുന്നതിന് പകരമല്ല. ഇപ്പൊ കർത്താവ് അതിന്റെ മാതൃക. താനിവിടെ വന്നപ്പോൾ ദൈവം എന്താണോ തന്റെ ആഗമനത്തെ കുറിച്ച് തന്നെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പിന്നിൽ, താൻ കടന്നു വന്നതിന്റെ പിന്നിൽ ദൈവ പദ്ധതി, ദൈവഹിതം എന്താണോ അതിനെ പരിപൂർണമായി സമർപ്പിച്ചനുസരിച്ച്. ഇതിൽ നമ്മോട് പറയുന്നത്, ഞാൻ ദൈവപുത്രനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നിട്ട് ഞാനിവിടെ കടന്നു വന്നു, എന്റെ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ച് എന്റെ ജോലി തികച്ചു നിങ്ങൾ എന്റെ കാഴ്ചപ്പാടാണ് പിന്തുടരുന്നെങ്കിൽ ഈ അനുസരണക്കേട് നിങ്ങൾക്ക് പറ്റില്ല. ഈ അനുസരണക്കേടിൽ നിങ്ങൾ ജീവിക്കാൻ പറ്റില്ല. കർത്താവ് യേശുവിന്റെ കാഴ്ചയുടെ പിന്തുടരുന്ന വ്യക്തിയുടെ ലക്ഷണം അനുസരണമാണ്. ഇവിടെ പറയുന്ന അനുസരണം പഠിച്ച് തികഞ്ഞവനായി, അതായത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കുള്ള യോഗ്യത കർത്താവ് യേശുവിന്റെ തന്നെ കാണിച്ചു വന്നു. നോക്ക്, എന്റെ പുത്രനെ നോക്ക്. ഒരു സ്വന്തമായി തീരുമാനമെടുക്കാം, ക്രൂശ് വേണ്ടെന്ന് വെക്കാം, എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് മടങ്ങിച്ചെല്ലാം. ചെന്നാലും പിതാവിന്റെ ഹിതത്തിന് തന്നെ സമർപ്പിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്നിട്ട് അടുത്ത സെന്റൻസ്, തന്നെ അനുസരിക്കുന്നവർക്കും നിത്യരക്ഷയുടെ കാരണപ്പെടുന്നു. കർത്താവ് യേശുവിനെ അനുസരിക്കാൻ ക്രിസ്തു അനുസരണം കാണിച്ചു തന്നു. പിതാവ് എന്റെ ഹിതമല്ല, നിന്റെ ഹിതം നടക്കട്ടെ. തന്റെ ഇഷ്ടം നിറവേറ്റാനല്ല വന്നത്. മനുഷ്യാവതാരത്തിൽ വരുമ്പോഴാണ് തന്റെ ഇഷ്ടം എന്ന് പറഞ്ഞത്. ദൈവം നിലയിൽ തനിക്ക് ദൈവഹിതവും പിതാവിന്റെ ഹിതവും പുത്രന്റെ ഹിതം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക്, ശ്രദ്ധിക്കുക പ്രസ്താവന, മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വിസ്താര സമയത്ത് നോക്കിയാൽ മതി. 4-8 വിസ്താരമാണ്. സിവിലും റിലീജിയസ്, മതപരമായ വിസ്താരവും ആത്മീയമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ വിസ്താരവും. രാത്രി തന്നെ 8 തവണ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വലിച്ചിഴച്ചത്. കർത്താവ് ഒരു നിമിഷം ഒന്നും മറത്തു നിന്നാൽ ആ ഭൂമി പിന്നെ കാണില്ല. ഭൂമി പിളർന്നത് എല്ലാവരും വീഴുവാണ്. പക്ഷെ കർത്താവ് അനുസരണം കാണിച്ചു. ഒരു കഴിവുമില്ലാത്തവരാണ് ചിലപ്പോൾ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മബലമുള്ള ഉൾക്കരുത്തുള്ള ഒരാൾ വിധേയപ്പെട്ടു കൊടുക്കും. അതൊരു രസമാണ്. ഒരു കഴിവുമില്ലാത്തവർ കിടന്ന് ബഹളമുണ്ടാക്കും, എതിർക്കും, ഒച്ചയിടും. പക്ഷെ ഉൾക്കരുത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് താഴ്ന്നു കൊടുക്കും. കാരണം ആരെന്ത് പറഞ്ഞാലും ആ വ്യക്തിക്ക് തന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പൊ കർത്താവിനെ സംബന്ധിച്ച് ഈ രാത്രി മുഴുവൻ വലിച്ചഴയ്ക്കുമ്പോൾ, മറ്റു മനുഷ്യരുടെ താടി പിടിച്ച് വലിക്കുമ്പോൾ, ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ കർത്താവിന് പ്രതികരിക്കാൻ വേണമെങ്കിൽ തനിക്ക് വ്യക്തിത്വമുണ്ട്, തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, അധികാരവും കഴിവുമുണ്ട്. ശരീരത്തിൽ അടിച്ചാൽ വേദനിക്കുന്നതിനെ ചെയ്യും. വേദനയുടെ പ്രാരംഭത്തിൽ വായിൽ നിന്നൊരു മോശമായ വാക്ക് പോലും വന്നില്ല. സാത്താൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് കർത്താവേശുവിന്റെ ശരീരത്തെ വേദനിപ്പിച്ചാൽ ആത്മാവിൽ നിന്ന് മോശമായ, മലിനപ്പെട്ട, വികലമായ, വൈകല്യമുള്ള ഒരു വാക്കൊരു പ്രസ്താവന വരട്ടെ. ആ പ്രസ്താവന വന്നാൽ അത് പാപമാണ്. പാപം വന്നു കഴിഞ്ഞാൽ പിന്നെ യേശു മരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന് എന്തെല്ലാം സാത്താന് ചെയ്യാമോ ആ യേശുവിന്റെ ജീവിതത്തിലേക്ക് ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദം കൊടുത്ത് യേശുവിനെ ദൈവഹിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അടർത്തി മാറ്റാൻ പറ്റുമോ അതെല്ലാം പിശാച് ചെയ്യും. പക്ഷെ അവിടെ എല്ലാം യേശു ജയിച്ചു. അതിനാണ് ദൈവം ഇന്നും നമുക്ക് തന്റെ ആത്മാവിനെ തന്നത്, യേശുവിന്റെ ആത്മാവിനെ തന്നത്. ഒരു ദൂതന്റെ ആത്മാവിനെയല്ല, ഗബ്രിയേലിന്റെ മിഖായേലിന്റെ ആത്മാവിനെയല്ല. നമുക്ക് ദൈവം തന്ന ക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തു എന്താണെന്ന് അറിയണമെങ്കിൽ ആത്മാവിൽ ജീവിക്കണം. യേശുവിനെ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്ന മരണത്തിൽ കർത്താവ് മറ്റുള്ള കൈകളിലേക്ക് ഏൽപ്പിക്കണം. കർത്താവ് ഏൽപ്പിക്കാതെ ഉറക്കെ തൊടാൻ പറ്റില്ല. അതിന് മുമ്പ് പല സന്ദർഭങ്ങളിൽ കർത്താവ് കാണിച്ചു തന്നു. കർത്താവിനെ പിടിച്ച് തള്ളിയിടാൻ നോക്കിയപ്പോൾ ആ കിഴക്കാൻ തൂക്കായ മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കുമ്പോൾ കർത്താവിന്റെ അവിടെ നടുവിലൂടെ നടന്നു. ഒരാൾക്ക് തൊടാൻ പറ്റിയില്ല. നിങ്ങൾ ആരെ അന്വേഷിക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അവരെ വന്നവർ നിലത്ത് വീഴുന്നു. ഇത്രയും ശക്തിയുള്ള കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു മരണത്തിൽ. അതേപോലെ ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളികളാകുവാൻ നാം സ്നാന സമയത്ത് ഇതാണ് ചെയ്യേണ്ടത്.
സുവിശേഷം അനുസരിച്ച് സ്നാനപ്പെടുന്ന സമയത്ത് നാം നമ്മെ പിടിച്ചു വലിക്കരുത് പുറകോട്ട്. അല്ലെങ്കിൽ സ്നാനം അനേകം പേര് കുറെ ആൾക്കാർ എണ്ണോന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വിഷയ സ്വാർത്ഥതയാണ്. സ്നാനപ്പെടുന്ന സമയം പലപ്പോഴും കണ്ടിട്ടുള്ളത് വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് ഒരു മൽപ്പിടുത്തം ഉണ്ടാവും. ഈ വ്യക്തി മുങ്ങാൻ തയ്യാറാകില്ല, പലപ്പോഴും പിടിച്ച് അമർത്തി വെക്കേണ്ടി വരും. ആ വ്യക്തി അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എന്തിനാണ് എന്നെ അമർത്താൻ ഇടവരുന്നത്? ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു. കർത്താവ് അതല്ലേ ചെയ്തത്. റോമലേഖനം 6:3 സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും. റോമർ 6:3 യേശുക്രിസ്തുവിന്റെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? നാം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ അടിച്ചു പറിച്ച് ഉപദ്രവിച്ച് മലിനമാക്കി തന്നെ വിവസ്ത്രനാക്കി നഗ്നനാക്കുമ്പോൾ കർത്താവ് തടയാൻ നോക്കിയില്ല. കാരണം ഇത് ഇരുട്ടിന്റെ സമയമാണ്, അന്ധകാരത്തിന്റെ സമയമാണ്, നടക്കട്ടെ. ഇപ്പൊ താൻ മറുതലിച്ചെങ്കിൽ, ചിന്തിച്ചാൽ മതി, അത് മറുതലിച്ചെങ്കിൽ, എതിർത്തെങ്കിൽ, പട്ടാളക്കനെ കൈക്ക് തട്ടിയെങ്കിൽ അവിടെ സംഗതി മാറും. പട്ടാളക്കൻ താഴെ വീണ് ചിലപ്പോൾ തച്ചത്ത് പോകും. പക്ഷെ ക്രിസ്തുവിൽ വരുന്ന ആത്മാവ് പിന്നെ കൊലപാതകന്റെ ആത്മാവാണ്, അപമാനിക്കുന്ന വാക്കുകൾ പറയുന്ന ആളുടെ ആത്മാവാണ്. പിന്നെ ആ വ്യക്തി പാപപരിഹാരത്തിലുള്ള യാഗം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ അത് ആവശ്യം വലിയൊരു വിഷയമാണ്. അതിലേക്കൊന്നും തുടർന്നില്ല, അറിയാതെ ഇവിടെ വന്നുപോയതാണ്. അപ്പൊ കർത്താവിന്റെ മരണത്തോട് പങ്കാളികളാകുവാൻ നാം സ്നാന സമയം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. റോമലേഖനം 6:3 നമ്മൾ വായിച്ചത് കൊണ്ടാണ് അവിടെ അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ട് സാധിക്കുന്നത്. അപ്രകാരം നാം അപ്രകാരമാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ കർത്താവിന്റെ മരണം അടക്കം ഉയർപ്പെട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കണം. അത് മനഃപൂർവ്വം. റോമലേഖനം 6 പറയുന്നു, പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം, നിർബന്ധമില്ല. അപ്പനും അമ്മ എടാ മുങ്ങ എടി മുങ്ങും, അതിന്റെ ആവശ്യമില്ല. അവർക്ക് സ്വയം തോന്നണം, എന്റെ കർത്താവിനോട് ഞാൻ ഒന്നു ചേരാൻ പോവുകയാണ്, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റിയ പഴയ മനുഷ്യനെ കുഴിച്ചിടാൻ പോവുകയാണ്. അത് ഞാൻ സ്വയം മനസ്സിലാക്കണം. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനിത് ഹൃദയപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്താലേ ആ പ്രവർത്തനം എന്നെ നടക്കുകയുള്ളൂ. തന്റെ കർത്താവ് യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവിൽ പ്രവർത്തിക്കണമെങ്കിൽ, എന്റെ പഴയ മനുഷ്യനെ നിർജീവമാക്കി എന്നെ പുതിയ മനുഷ്യനാക്കണമെങ്കിൽ, ക്രിസ്തുവിനോടുകൂടി ആത്മീയമെന്നെ ചേർത്ത് പുതിയ മനുഷ്യനാക്കണമെങ്കിൽ ഞാൻ പിടിച്ചു വലിക്കാതെ നമ്മൾ പറയുന്ന ഉദാഹരണമുണ്ട്. നീന്തലറിയാത്ത ആ പയ്യൻ അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ 10-12 വയസ്സുള്ള കുട്ടി വെള്ളത്തിൽ വീഴുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് എടുത്തുകാടുന്ന മനുഷ്യൻ ആ കുട്ടിയെ പിടിക്കുമ്പോൾ കുട്ടിയെ ബലം മുഴുവൻ, കാരണം ആ മരണസമയത്ത് നമുക്കുണ്ടാകുന്ന ബലം ഇരട്ടി ബലമാണ്. ആ സമയത്ത് ഈ തന്നെ രക്ഷിക്കാൻ വന്ന ആ വ്യക്തിയെ അള്ളിപ്പിടിക്കും, മുടിയിലോ പുറത്തോ വസ്ത്രത്തിലോ അള്ളിപ്പിടിക്കും. ആ രക്ഷിക്കാൻ വന്ന ഇറങ്ങിയ വ്യക്തിയെ വലിച്ച് താഴ്ത്താൻ നോക്കും. സാധാരണ ചെയ്യുന്നത്, രക്ഷിക്കാൻ പോയ വ്യക്തി ഈ വ്യക്തിയുടെ മുഖത്തൊരു അടിയടിക്കും. മുഖത്തൊരു അടിയടിക്കുമ്പം ആ വ്യക്തി ബോധം കെട്ടും. ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കാൻ എളുപ്പമാണ്. ഇവിടെ മത്സരമില്ല, പിടിവലിയില്ല. ഇവിടെ അനേകങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരു പിടിവിലി നടത്തുന്നതാണ്. പഴയ മനുഷ്യൻ വിട്ടുപോകാൻ തയ്യാറല്ല. അതുകൊണ്ട് വളരെ ബലം കൊടുക്കേണ്ടി വരും ചിലപ്പോൾ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ജീവിതം എന്താകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ശരിയായ രീതിയല്ല. അത് മാത്രം പറയാം. സ്വയം ഏൽപ്പിക്കണം, ഹൃദയപൂർവ്വം അനുസരിക്കണം. ക്രിസ്തുവിനോട് ചെയ്യുമ്പോൾ സ്നാനം സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നാം പറയുക. അപ്പോഴാണ് ഈ കൃപ. കാരണം കൃപ വീഴുന്ന ക്രിസ്തുവിനാണ്. ക്രിസ്തുവിൽ വന്നാലേ കൃപ കിട്ടുകയുള്ളൂ. ക്രിസ്തുവിനെ പുറത്ത് കൃപയില്ല. നമ്മൾ നേരത്തെ ദൂതന്മാരുടെ അടുക്കലേക്കോ മറിയയുടെ അടുത്തേക്കോ സക്രിയാവിന്റെ അടുക്കലേക്കോ ഒരു അപ്പോസ്തലന്റെ അടുക്കലേക്ക് പോയാൽ കൃപ കിട്ടില്ല. കൃപ കിട്ടണമെങ്കിൽ യേശുവിൽ വരണം. യേശുവിൽ നിന്ന് കിട്ടുന്ന കൃപയാണ് മറ്റുള്ളവർക്കുള്ളത്. കൃപയുടെ ഉറവിടം, സോഴ്സ്, ഫൗണ്ടൻ യേശുവാണ്. 2 തിമോത്തിയോസ് 2:1 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. 2 തിമോത്തിയോസ് 2:1 അവിടെ എഴുതുന്ന ഇപ്രകാരമാണ്. 2 തിമോത്തിയോസ് 2 എന്റെ മകനെ, ക്രിസ്തു യേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. അതിനാ ക്രിസ്തുവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകണം. ക്രിസ്തുവിനുള്ള കൃപയാൽ നമ്മൾ ശക്തിപ്പെടണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ശക്തി വേണമെങ്കിൽ കൃപയാൽ ശക്തിപ്പെടുക. അത് ഗോലിയാത്ത് വന്നാലും ആര് വന്നാലും നമുക്ക് നേരിടാൻ പറ്റും. അവിടെ ദൈവകൃപയാൽ എനിക്ക് ഉൾക്കരുത്ത് ശക്തി കിട്ടി. ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇപ്പൊ എളിമയുള്ള ഏൽപ്പിച്ചു കൊടുക്കൽ, സമർപ്പണം, മാനുഷിക സൽപ്രവർത്തികളുടെ ഫലമല്ല. എളിമയുള്ള ഏൽപ്പിച്ചു കൊടുക്കലാണ് വഴി പുനർജനനം സ്വന്തമാക്കാൻ. തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി. തീത്തോസ് 5-7 വരെ പറയുന്നത്, അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണ, കൃപ എന്നുള്ള അതേ വാക്കാണ് കാരിസ്, തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. ആ കൃപ എന്ന വാക്ക് അടുത്ത് വരും. അവൻ
നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. കരുണ, കൃപ. നമ്മുടെ ഒന്നും കണ്ടിട്ടില്ല, കാണാനില്ല. നമുക്ക് തോന്നുകയാണ് നമ്മൾ എന്തോ ആണെന്ന്. ശരിക്കും അവരവരെ സ്വയം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, എനിക്കിതിന് അർഹതയില്ല. ഞാൻ ഇപ്പോൾ ദൈവത്തിൽ, ക്രിസ്തുവിൽ അനുഭവിക്കുന്ന ഒരു ആത്മീക നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പാപക്ഷമയ്ക്കും പാപമോചനത്തിനും നിത്യജീവനും വചനപരിജ്ഞാനത്തിനും ഒന്നിനും എനിക്ക് അർഹത ഇല്ല. എനിക്ക് ഒന്നിനും അർഹതയില്ല. കൃപ, കരുണ. നാം ചെയ്ത നീതി പ്രവർത്തികളല്ല, കറപുരണ്ട തുണിയാണ് നമ്മുടെ നീതി പ്രവർത്തി. കുഷ്ഠരോഗിയുടെ കയ്യിലിരിക്കുന്ന ജിലേബിയാണ്. മധുരം ഇറ്റിറ്റ് വീഴുന്നുണ്ട്, പക്ഷെ അവരുടെ കയ്യിലെ പഴുപ്പും അതോടൊപ്പം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ ജിലേബിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതാണ് നീട്ടുന്ന ദൈവത്തോട്. ആ അവസ്ഥയാണ് മനുഷ്യൻ. യെശയ്യാ 1, അടി മുതൽ മുടി വരെ രോഗം ബാധിച്ച അവസ്ഥ. അപ്പൊ നമ്മളോട് കരുണയും കൃപയും കാണിച്ച് നമ്മെ വീണ്ടെടുത്തത് നാം ചെയ്ത നീതി പ്രവർത്തികളല്ല, നമ്മുടെ യോഗ്യതകളുടെ. റോമർ 5 പറയും നമ്മുടെ യോഗ്യതകളല്ല. പിന്നെ പറയുന്നത് തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. അതായത് നീതീകരിക്കപ്പെടുക, കുറ്റമില്ലാത്തവരെ പ്രഖ്യാപിക്കപ്പെടുക. പ്രത്യാശപ്രകാരം നിത്യജീവന അവകാശികളായി തീരേണ്ടതിനും പുനർജന്മ സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി വരുന്ന പരിശുദ്ധന്റെ നവീകരണം കൊണ്ട് ഏതിനാദ്യം നമ്മൾ നവീകരിച്ചു. കൃപ, കരുണ, കൃപ, കരുണ, ദയ, മനസ്സിലാക്കി. അതാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം. യേശുവിന്റെ മരണത്താലും ജീവനാലും രക്ഷ നൽകപ്പെടുകയാണ്. റോമർ 5, 9, 10 വാക്യങ്ങൾ. 5 മിനിറ്റ് കൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന റോമർ 5, 9, 10. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇപ്പൊ കർത്താവ് യേശു രക്തത്താലാണ് ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത് ദൈവത്തോട്. അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി ഒരാൾ നിലവിളിച്ച് വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ടു, മാരകമായി മുറിവേറ്റ് മരണം നേരിട്ടു. ഈ ബന്ധം പുനഃസ്ഥാപിക്കും. ഇടയ്ക്ക് ഒരാൾ ബലിയായി മാറി. ഇപ്പോൾ ബന്ധവും നേരെയാണ്. ബന്ധം നേരെയാക്കാൻ ബലിയായി മാറിയ മനുഷ്യനെ, വ്യക്തിയെ പലരും മറക്കും. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ മരണം വരെ വരിക്കാൻ തയ്യാറായ വ്യക്തി, അയാൾ മരിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബനാഥനെ രക്ഷിച്ച് പട്ടാളത്തിൽ വെച്ചു. പക്ഷെ പിന്നെ നമുക്ക് വേണ്ടി മരിച്ച ആളെ മറന്നു. നമ്മളെല്ലാവരും പലപ്പോഴും ദൈവത്തിലേക്ക് നമ്മളെ നടത്തുന്നവരെ മറക്കും. നമുക്ക് ആത്മിക ജ്ഞാനം തന്നവരെ മറക്കും. അത് വലിയൊരു നന്ദികേടാണ്. അപ്പൊ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ, ഇപ്പൊ അവിടെ കൊണ്ട് തീർന്നില്ല. ഇതേ രക്ഷകൻ തന്നെയാണ് നമ്മെ അധികമായി കോപത്ത് നിന്ന്, അവസാനം ദൈവകോപം നമുക്ക് വരാതിരിക്കാൻ അവിടെയും നമ്മളെ സഹായിക്കാൻ ഈ വ്യക്തിയുള്ളൂ. പക്ഷെ അവിടെ വരെ എത്തുമ്പോഴും ഈ വ്യക്തിയെ കൈവിടരുത്. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, നിരന്ന ശേഷം, അതായത് മക്കളായി തീർന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമ്മൾ ശത്രുവായിരുന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ അയച്ചു രക്ഷിച്ചെങ്കിൽ, ഇത് നമ്മളെ മക്കളാക്കിയെങ്കിൽ, ഇനിയാണ് കർത്താവ് യേശുവിന്റെ അനുഗ്രഹവും ശക്തിയും ബലവും ആത്മീകവും ആയിട്ടുള്ള നന്മകളൊക്കെ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് മക്കളാണ്. ശത്രുവായിരുന്നപ്പോൾ നമ്മൾ ഇത്രയധികം സഹായിച്ചെങ്കിൽ മക്കളായ സമയത്ത്, പക്ഷെ പലരുടെയും കാര്യം ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിന്റെ ആവശ്യം, ഉപകാരം, ക്രിസ്തുവിന്റെ സഹായം, ദാനം ഒന്നും വേണ്ടാത്ത അവസ്ഥയാണ്. ഇവിടെ കൊലോസിലുള്ളവർക്ക് ഈ വന്ദനം അറിയിക്കുമ്പോൾ, നമ്മൾ കൊലോസിനെ വിശാലമായിട്ടാണ് പറഞ്ഞു പോകേണ്ടി വരുന്നത്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഫിലിപ്പിലേക്കാളും ആഴമായതുകൊണ്ടാകാം. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊലോസിലുള്ളവർക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, അതവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വന്ദനമല്ല. കാരണം ഇത് രക്ഷിക്കപ്പെട്ടവരാണ്. കൊലോസിലുള്ളവരോട് ഈ ആശംസ അറിയിക്കുമ്പോൾ അവർക്ക് രക്ഷാകരമായ കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയല്ല, പകരം കൃപാലുവായി, ശ്രദ്ധിക്കുക, കൃപാലുവായ സൃഷ്ടാവിൽ നിന്ന് അനുദിനം ദിനംതോറും ആവശ്യമായ കൃപ അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട കൃപയാൽ, ശരിയാണ്, നല്ല കാര്യം. കൊലോസ്യത്തിൽ 1-ാം തീയതി പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കൃപയാൽ. പക്ഷെ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം വേണ്ട കൃപയുണ്ടല്ലോ, അതുണ്ടാകട്ടെ. ബൈബിൾ പഠിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, ബൈബിൾ പറയുമ്പോൾ, പാട്ട് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, കൂടി വരുമ്പോൾ, കുടുംബമായി ജീവിക്കുമ്പോൾ, ദൈവമക്കളോട് ചേർത്ത് ജീവിക്കുമ്പോൾ ഒരു കൃപ വേണ്ടേ നിങ്ങൾക്ക്? എങ്ങനെ പെരുമാറണം എന്നുള്ളത്, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് കൊലോസ്യർ 4:6 വായിച്ചതാണ്. കൃപയോടുകൂടി, ലാവണ്യത്തോടുകൂടി, കൃപാ കടാക്ഷത്തോടുകൂടി. അതിന് കൃപ വേണ്ടേ? അതുണ്ടാകട്ടെ എന്നാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന കൃപ ഉണ്ടാകണമെന്നല്ല. കാരണം ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ദിനം തോറും കൃപ ആവശ്യമാണ്.
കൃപയാണ് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്ന, നമ്മളെ ബലപ്പെടേണ്ടത് കൃപയിലാണ്. അതവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതവർക്ക് ഭൗതികവും ആത്മീകമായ ക്ഷേമത്തിന് അതവർക്ക് ഇടവരുത്തും. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ക്രിസ്തീയ ജീവിതം, കാരണം പലരും ചാനത്തിന്റെ സമയത്ത് കൃപ എന്ന വാക്ക് കേട്ടതാണ്, പിന്നെ കേട്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ദൈവകൃപയെ ഞാൻ ആശ്രയിക്കുക പാട്ട് പാടുമ്പോഴാണ് ആ വാക്ക് കേട്ടത്. കൃപയെന്ന വാക്ക് പിന്നെ അനുദിന ജീവിതത്തിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ കട്ടിൽ ഇരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ, പ്രയാസങ്ങൾ, വ്യക്തികൾ, പലതരത്തിലുള്ള വ്യക്തികളാണ് ഞാൻ നേരിടാൻ പോകുന്നത്. അവരോടൊക്കെ നേരിടുമ്പോൾ, ഇടപെടുമ്പോൾ എനിക്ക് ഇതിന്റെ കൃപ വേണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ജീവിച്ചു നോക്കിയാൽ അറിയാം വ്യത്യാസം. ഏൽപ്പിച്ചു കൊടുക്കാൻ ജീവിക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്തിട്ട് ജീവിച്ചാലും ഈ ബോധം കാണും. നമ്മൾ ഓർക്കും ഇടയ്ക്കിടയ്ക്ക്. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഇപ്പൊ ഗോലിയാത്ത് വരുമ്പോൾ, സിംഹം വരുമ്പോൾ, കരട് വരുമ്പോൾ കൃപ തരും. മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ, ദൈവം നൽകുന്ന കാര്യത്തിൽ കൃപ വേണം. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ രക്ഷയിലേക്കുള്ള പ്രവേശന സമയത്ത് മാത്രമല്ല, നിരന്തരമായി യോഹന്നാൻ 10:10 മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. യേശു ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? സമർത്ഥമായ ജീവൻ നൽകാനാണ്. പുതിയ ക്രിസ്തീയ ജീവിതം സമർത്ഥമായ ജീവിതമാണ്. സമ്പത്ത് നമ്മൾ ഉടൻ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത സമൃദ്ധി എന്ന് പറയുന്നത്. സമൃദ്ധി ആത്മീക സമൃദ്ധിയാണ്, ആത്മീക സമ്പന്നതയാണ്. ആ വ്യക്തിയിൽ നിന്ന് അനേക ചാനലുകൾ, അനേക ബ്രാഞ്ചുകൾ ഉണ്ടാകും. അനേകർക്ക് അതിൽ നിന്ന് പോരി കുടിക്കാൻ പറ്റും. ഇപ്പൊ നിരന്തരമായ സമർത്ഥമായ ജീവിതത്തിൽ കൃപ ആവശ്യമാണ്. യോഹന്നാൻ 10:10 എങ്കിൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഈ കൃപയാണ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി ആശംസിച്ചത്. ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും ഇത് കൃപയുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഓരോ സന്ദർഭം നേരിടാൻ. ചിലപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോഴല്ല, പല്ല് പറിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃപ വേറെ, മറ്റേതെങ്കിലും അവർ വീട് സന്ദർശിക്കാൻ പോകുമ്പോൾ വേണ്ട കൃപ വേറെ, 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ വേണ്ട കൃപ വേറെ. ഓരോ സമയത്തും ആവശ്യമായ കൃപയുണ്ട്. ആ കൃപ കിട്ടണമെങ്കിൽ നമുക്കതിന്റെ ബോധ്യം വേണം. എനിക്ക് ഇന്ന് കൃപ ആവശ്യം. എന്നെ കേൾക്ക് ദൈവമക്കളെ, നിങ്ങളോടുള്ള ചോദ്യം അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൃപ ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ട്? നിങ്ങൾക്ക് ലഭിച്ചതെല്ലാം സ്വന്തം കഴിവുകൊണ്ട്, നേട്ടം കൊണ്ട്, മറ്റേതെങ്കിലും പാണ്ഡിത്യം കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, കഴിവ് കൊണ്ട്, അധ്വാനം കൊണ്ട് കിട്ടിയെന്നാണ് വിചാരിച്ചത്? നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലും നമ്മുടെ കഴിവുകൊണ്ടല്ല. അർഹതയില്ല, യോഗ്യതയില്ല, അതിലുള്ള യാതൊരു ശ്രേഷ്ഠതയും നമുക്കില്ല. അതല്ലേ കൃപ നമ്മെ വീണ്ടെടുത്ത്, കരുണപ്രകാരം വീണ്ടെടുത്ത്, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ കൃപ എനിക്ക് അനുദിനം വേണം. എനിക്ക് ഓട്ടം ഓടി തികയ്ക്കണം. പകുതി വഴിക്ക് വീണു പോകുന്ന പലരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. ഇസ്രായേൽ ജനം 4,50,000, മിനിമം 6 ലക്ഷം പുരുഷന്മാരും കുട്ടികളെല്ലാം കൂടെ ചേർത്ത് 6 ലക്ഷം പേര് ഇറങ്ങിത്തേച്ചു. മറുവശത്തെത്തിയത് 2 പേര്. മറുവശത്തെത്തിയ 2 പേരാണെങ്കിൽ പുതിയ സഭ, പുതിയ വിശ്വാസികളെ സംബന്ധിച്ച് എന്തായിരുന്നു? എന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പുതിയ വിശ്വാസികൾ. അന്ന് പരിശുദ്ധ സഹായമില്ല, പുതിയ വചനമില്ല, എങ്കിൽ പോലും ഇന്ന് കുറച്ചും കൂടി കട്ടിയാണ്. ശത്രുവിന്റെ ആക്രമണം ശക്തമാണ്. ലോകത്തിന്റെ അവസ്ഥ കുറെ കൂടി മലിനമാണ്. എത്ര പേര് കാണും അവസാനം? എത്ര പേര് കാണും അവസാനം? നിൽക്കണമെങ്കിൽ കൃപ ആവശ്യം. ദൈവകൃപ അത് ക്രിസ്തുവിനാണ്. ക്രിസ്തുവുമായുള്ള ബന്ധം, വചനത്തോടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതം, കൂട്ടായ്മ ജീവിതം, അത് നിലനിർത്തിയാൽ നിങ്ങളെ സഹായിക്കും. ഒരു മനുഷ്യനും തികവുള്ളവരല്ല, ഭൂമിയിൽ അത് സാധിക്കുന്നില്ല ഈ ജഡമുള്ളിടത്തോളം. പക്ഷെ നമ്മുടെ ചായ്വ് എങ്ങോട്ടാണ്? ആഗ്രഹവും മനോഭാവവും എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിലുള്ള താല്പര്യം എന്താണ്? വെളിച്ചത്തിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തീർച്ചയായും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം നിൽക്കുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സേവ